വികാരങ്ങൾ കത്തി നിൽക്കുന്ന ഒരവസ്ഥയുണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ. അന്ന് നിങ്ങൾ അവരെ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ നിങ്ങളിന്ന് ബുദ്ധനായനെ, നിങ്ങൾക്ക് നിർവ്വാണം ഉറപ്പായിരുന്നാൽ. ആ പാവം മനുഷ്യൻ അപ്പം തന്നെ സംബന്ധിച്ച് ശരിയാണ്, സാറ് പറയുന്നത് കറക്റ്റാണ്, എനിക്കത് മനസ്സിലാവും. ഞാൻ ചോദിച്ചതല്ല, ഈ മാസ്റ്ററിൻ്റെ കയ്യിൽ ഇനി വേറെ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എനിക്ക് നിർവ്വാണയിലെത്താൻ? കാര്യം എനിക്ക് നിർവ്വാണയുടെ ഇമ്പോർട്ടൻസ് എനിക്ക് അത്രയും മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ? ഞാൻ പറയും എനിക്കറിയില്ല, എൻ്റെ കയ്യിൽ വേറെ ഒരു മാർഗവുമില്ല. ഞാൻ ഇതാണ് ഉപയോഗിച്ചത്. അത് വികാരങ്ങൾ കത്തി നിൽക്കുന്ന സമയത്താണ് ഞാൻ നിസ്സംഗനാകാൻ ഞാൻ ശ്രമിച്ചതും അതിനുവേണ്ടി ഞാൻ ഇറങ്ങി പുറപ്പെട്ടതും. നമുക്ക് വീട്ടിൽ നിന്നുകൊണ്ട് നിസ്സംഗനാകാൻ പറ്റില്ല. നിസ്സംഗനാകാൻ അവർ സമ്മതിക്കില്ല, ആരും സമ്മതിക്കില്ല, കുടുംബം സമ്മതിക്കില്ല. പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് വല്ലാത്ത വെപ്രാളവും പരവേശവും ഒക്കെ വരുന്നത്. മക്കളെ കാണണം, ഭാര്യയെ കാണണം, അത് അങ്ങനെയാണ്. പക്ഷേ നിർവ്വാണയുടെ ബോധം എത്രത്തോളം ആഴത്തിൽ നമ്മളിലുണ്ടോ അത്രത്തോളം നമ്മളതിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. അപ്പോൾ ഞാൻ പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, വികാരങ്ങൾ കത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ അതിന് സാക്ഷിയാകുമ്പോൾ, അതിൽ നിസ്സംഗനാകുമ്പോൾ, ആ നിസ്സംഗതയാണ് ഒരു മനുഷ്യനെ ബുദ്ധനാക്കുന്നത്.